ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ടി ചാർഡ് എന്നറിയപ്പെടുന്ന ഡെഡ് നാഷണലിലെ ഒരു 50 ഫ്രാങ്ക്സ് എന്നറിയപ്പെടുന്ന ഒരു റയറായിട്ടുള്ള നാണയത്തിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് ടി ചാർഡ് എന്നറിയപ്പെടുന്ന ഡെഡ് നാഷണലിലെ 50 ഫ്രാങ്ക്സ് എന്നറിയപ്പെടുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ തന്നെ വരുന്നുണ്ട്, നല്ലൊരു റയർ കാറ്റഗറി വരുന്ന നാണയമാണ്. അപ്പോൾ ടി ചാർഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഡെഡ് നാഷണലിൽ ഒരുപാട് നാണയങ്ങളൊന്നുമില്ല, കുറച്ച് നാണയങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു നാണയങ്ങൾക്കെല്ലാം നല്ലൊരു വാല്യൂ തന്നെ ഉണ്ട് ഈ ഒരു ഇപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂവിൽ. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഈ ടി ചാർഡ് എന്ന് പറയുന്ന ആ ഒരു നാണയം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ കിട്ടിയ ഒരു നാണയമാണ് ഈ ഒരു നാണയം. അപ്പോൾ ഈ ഒരു നാണയം ഞാൻ മേടിച്ചത് എക്സിബിഷനിൽ നിന്നാണ്. അത് നമ്മളെ കഴിഞ്ഞു പോയ തിരുവനന്തപുരം എക്സിബിഷനിൽ നിന്നാണ് ഈ ഒരു നാണയം മേടിച്ചത്. തീർച്ചയായും ഈ ഒരു നാണയം ഇനി അടുത്ത എക്സിബിഷനിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ മേടിക്കുന്നതാണ്. പിന്നെ പല ഡീലേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന്. അപ്പോൾ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അതുപോലെ തന്നെ നല്ലൊരു വിലയും ഈ ഒരു നാണയത്തിന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ടി ചാർഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം സെൻട്രൽ ആഫ്രിക്കൻ സ്റ്റേറ്റിലുള്ള ഒരു ഡെഡ് നാഷൻ. അപ്പോൾ ആ ഒരു രാജ്യമില്ല, ആ ഒരു സ്ഥലത്തെ നാണയമാണ്. ടി ചാർഡ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിലെയാണ്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 50 ഫ്രാങ്ക്സ് എന്നാണ്. ഈ ഒരു നാണയം സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമാണ്. 1961 മുതൽ 1963 വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ നിക്കൽ എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 12 ഗ്രാം ആണ്. അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള നാണയമാണ്. അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 31 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന റീഡർ ആയിട്ടുള്ള എഡ്ജാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു നാണയം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എഡ്ജ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് വരുന്നത്, റീഡർ ആയിട്ടുള്ള എഡ്ജ്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും, റീഡർ ആയിട്ടുള്ള ഒരു എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശവും പിറകുവശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഒരു 3 അനിമൽസിൻ്റെ, അതായത് ഈ ഒരു അനിമലിൻ്റെ പേര് എലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു അനിമലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. അപ്പോൾ 3 വലിയ എലാൻഡ് എന്ന് പറയുന്ന ആ ഒരു അനിമലിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് റിപ്പബ്ലിക് സെൻട്രൽ ആഫ്രിക്കൻ കോങ്കോ ഗാബോൺ ടി ചാർഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ബാങ്കു സെൻട്രലി എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് 1961, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു നാണയം 1961 മുതൽ 63 വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയം 1961 ആ ഒരു വർഷത്തിലെ നാണയമാണ്. അപ്പോൾ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞ വേർഡ്സിൽ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻട്രായിട്ടിന് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 50 ഫ്രാങ്ക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50 എന്നുള്ളതാക്കോ അതിന് താഴെയായിട്ട് ഫ്രാങ്ക്സ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് ലെറ്ററിൽ. ഔട്ട് സൈഡ് 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ചെടികളുടെ പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഔട്ട് സൈഡ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും 1, 2, 3 ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 3 ചെടികളുടെ പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ ടി ചാർഡിലെ 1961 50 ഫ്രാങ്ക്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 750 രൂപ മുതൽ 1000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. എന്തെന്നാൽ ഈ ഒരു നാണയം കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ എക്സിബിഷനിൽ നിന്ന് ഈ ഒരു നാണയം മേടിച്ചത് 750 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ പലരും ഈ ഒരു നാണയങ്ങൾ സെയിൽ ചെയ്യുന്നത് 1000 റുപ്പീസ്, അതായത് 1000 രൂപയ്ക്കൊക്കെ പുറത്തും ചെയ്യുന്നവരുണ്ട്, 1000 രൂപയ്ക്കകത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു നാണയം കിട്ടിയത് 750 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ടി ചാർഡിലെ ഈ ഒരു നാണയങ്ങളോ അല്ലെങ്കിൽ ടി ചാർഡിലെ തന്നെ വേറെ ഏതെങ്കിലും നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള നാണയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ, ടി ചാർഡിലെ ഈ ഒരു നാണയമോ വേറെ ഏതെങ്കിലും നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.